നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൈപ്പക്ക അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു ചട്ടിയിലിട്ട് ഇതുപോലെ കടുകും ഉലുവയും ഇട്ട് നന്നായി ചൂടാക്കല്ല, നന്നായി ഒന്ന് വറുത്തെടുക്കണം. നമ്മളിതുപോലെ നല്ല ഇളക്കണം. പിന്നെ ഇതാ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ല കറുത്ത പുളിയാണ്. പുളി എടുത്ത് വെള്ളത്തിലിടണം. പിന്നെ ഇതാ വെളുത്തുള്ളി ഇങ്ങനെ കുനുകുന അരിഞ്ഞത്, ഇഞ്ചി അതുപോലെ തന്നെ ചെറുതാക്കിയത്, പച്ചമുളക്, കയ്പ്പക്ക നമ്മൾ ഒരു മാങ്ങയൊക്കെ കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചൊരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇത് പൊടിച്ച് വെക്കണം. നമ്മൾ കടുക് ഉലുവയും എന്നിട്ട് കയ്പ്പക്ക ഇതുപോലെ നമ്മൾ കയ്പ്പ് കളയാൻ ഒരിത്തിരി കയ്പ്പ് കളയാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. പക്ഷേ ഒരു ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിക്കുന്നുണ്ട്. ഉലുവ പൊട്ടിച്ചതിന് ശേഷം കടുക് ഇട്ടിട്ട് പൊട്ടിക്കണം. നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി 2 സ്പൂൺ ഇട്ടു. 3 സ്പൂണോളം ഇഞ്ചി ഉണ്ട്. ഒരു ബൗളിൽ നിറയെ ചെറുതാക്കിയായിരുന്ന ഇഞ്ചി നമ്മൾ അതിലേക്ക് ഇട്ടു. അപ്പുറത്ത് നമ്മളുടെ കയ്പ്പക്ക നമ്മൾ കട്ട് വിറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ടു. ശേഷം കറിവേപ്പില ഇട്ടു. ഇതെല്ലാം കൂടി നമ്മൾ നന്നായി മിക്സ് ആക്കണം. കയ്പ്പക്ക തിളച്ച് വന്നിട്ടുണ്ട്. അപ്പുറത്ത് അതും വേണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ടു. ഒരു 1.5 സ്പൂണ്, ചെറിയ സ്പൂണിന് 1.5 സ്പൂണ്, പിന്നെ ഒരു 2 സ്പൂണ് മുളക് പൊടി ഇടണം. ഉപ്പിട്ടു. ഉപ്പ് നമ്മളൊരു 1.5 സ്പൂൺ ഇടുന്നുണ്ട്. 1.5 സ്പൂൺ വേണ്ട, 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആ വേണ്ടി വന്ന ഇഞ്ചിയിലിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഈ മസാലകൾ. അപ്പോൾ നമ്മൾ കയ്പ്പക്ക വെന്തത് നമ്മൾ ഊറ്റിയെടുത്തിട്ട് ഇതിലേക്കിട്ടിട്ട് നന്നായി ഇളക്കണം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കയ്പ്പക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുമ്പോൾ കയ്പ്പക്കയിൽ അത് മസാലകളൊക്കെ പിടിക്കും. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇത് കയ്പ്പക്ക ഇട്ടതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നത്. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളുടെ പുളിവെള്ളം ഒഴിക്കുകയാണ്. ഇതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പുളിവെള്ളം മാത്രമേ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ ലാസ്റ്റ് സുർക്ക ഒഴിക്കുക, അത് വേണമെങ്കിൽ മാത്രം. പുളിയിൽ നമ്മൾ വേണ്ട പുളിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് സുർക്ക നമ്മൾ ഒഴിക്കാറില്ല. നമ്മൾ ഈ പുളി ഒഴിച്ചതിന് ശേഷം കയ്പ്പക്കയിലോട്ട് പുളി ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് തിളപ്പിക്കാൻ വയ്ക്കും. ഇത് തിളച്ച് വന്നിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കടുക് ഉലുവ ഫസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിലല്ല, ഒരു ചെറുതായിട്ടൊന്ന് പൊടിക്കാണ്ട് ഉരലിലിട്ടിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതിട്ടിട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് വെക്കുകയാണ്. നമ്മൾ എടുക്കുമ്പോൾ ഇളക്കുക. ഇതുപോലെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക.